ഇന്ന് നമുക്ക് ഒരു മിനിയേച്ചർ ബനാന പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട മെയിൻ ഐറ്റം നൂൽക്കമ്പിയും അതുപോലെ മാസ്കിൻ ടേപ്പുമാണ് കേട്ടോ. നൂൽക്കമ്പി ഇതുപോലെയൊക്കെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാസ്കിൻ ടേപ്പിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ നടുഭാഗം വെച്ച് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മേൽഭാഗവും താഴ്ഭാഗവും നമുക്കൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഒന്നും കൂടെ മടക്കുക. എന്നിട്ട് എന്താക്കുക, ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ചെറുതും വലുതുമായ കുറച്ച് 2-3 കട്ടിങ് ഇട്ടെടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ചധികം ഇലകൾ ചെയ്തെടുക്കുക. പിന്നെ ഒരു ഇല എടുക്കുക, അത് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് അടിയിൽ മാസ്കിൻ ടേപ്പും വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇത് ചെയ്തത് ഇല ഇങ്ങനെ വിരിഞ്ഞ് വരില്ലേ, ആ ഇലയാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ല ലൈറ്റ് പച്ചയാണ് ഞാൻ കൊടുത്തത്. ബാക്കിയുള്ളതിനൊക്കെ ലൈറ്റും ഇത്തിരി നല്ല ഡാർക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇലകൾക്കും ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഉണങ്ങാൻ വെക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ ഇലകളും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഉണങ്ങാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള തണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ റോൾ എടുക്കുക. ഇതുപോലെയൊക്കെ ഒന്ന് വെട്ടി ഷേപ്പാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. മേലെ കട്ടി കുറച്ചിട്ടും അടി നല്ല കട്ടിയായിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മാസ്കിൻ ടേപ്പ് ഒന്ന് ചുറ്റി മേലെയും താഴെയും ഒക്കെ ഒന്ന് വെട്ടി ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അത് ഈ ഒരു കളറ് നമുക്ക് എന്താക്കണം, വാഴൻ്റെ തണ്ടിന് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക, ഉണങ്ങാൻ വെക്കുക കേട്ടോ. ഇനി ആ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഴം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ പഴുത്ത പഴമാണ്, അതുകൊണ്ട് മഞ്ഞ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് ഒന്ന് കുറച്ചധികം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചുവന്ന ക്ലേ എടുക്കുക, കുഞ്ഞ് ബോൾസ് ആക്കി കൊടുക്കുക, മേലെയും താഴെയും ഇതുപോലെയൊക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു ഷേപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ എന്നിട്ട് നമ്മൾ ആ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച ബോളില്ലേ, അതിലേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എന്നിട്ട് നമുക്ക് നൂൽക്കമ്പി വെച്ചിട്ട് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വളച്ച ഒരു നൂൽക്കമ്പി എടുത്തിട്ട് അതിൽ പശ തേച്ചിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനമല്ലേ, അത് കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് മാസ്കിൻ ടേപ്പ് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അതിൽ നമുക്ക് പച്ച പെയിൻറ്റ് നടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പശ തേക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പഴം ഉണ്ടല്ലോ, അതൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ പഴുത്ത പഴം തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കമ്പിയോ സൂചിയോ പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുത്തിട്ട് കൊടുക്കുക തമ്പത്തിട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. നടുഭാഗത്തായിട്ട് നമ്മൾ ആ ഇല വിരിഞ്ഞതുപോലുള്ള ആ ഒരു ഇല ഉണ്ടാക്കിയില്ല, റോൾ ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക. ചുറ്റിനും നമുക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാക്കി ഇലകളും നമുക്കൊന്ന് വളച്ച് ഒടിച്ചൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇലകൾ ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ആ ചെറിയ കമ്പി ഉണ്ടല്ലോ, അതിൽ മാസ്കിൻ ടേപ്പ് ചുറ്റി ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ പെയിൻ്റ് അടിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കളർ നമ്മൾ ആ ഒരു കട്ടിങ് കൊടുത്തില്ലേ, ആ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കൊലയും വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ പിന്നെ അതിൻ്റെ ഒരു മിനിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എവിടെ വെക്കേണ്ടത് വെച്ചാൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ബനാന പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.